അധികം പാടുപെടുന്നവർ ഏറ്റവും വലിയ പുണ്യാളത്തികളാകും. വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവർ പിതാവിനൊപ്പം CMC സന്യാസിനി സമൂഹത്തിന് രൂപം കൊടുത്ത വന്നി ലയോപോൾഡ് മുപ്പച്ചനാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഈ വാക്കുകൾ അതിൻ്റെ അക്ഷരാർത്ഥത്തിൽ പാലിച്ച ഒരു വലിയ പുണ്യാളത്തെയാണ് വിശുദ്ധ എവുപ്രാസ്യമ്മ. 1877 ഒക്ടോബർ 17 എവുപ്രാസ്യമ്മ ഇന്നത്തെ ഇരിഞ്ഞാലക്കുട രൂപതയിലെ കാട്ടൂർ ഗ്രാമത്തിൽ എലുവത്തിങ്കൽ ചേർപ്പുകാരൻ അന്തോണി കുഞ്ഞേത്തി മാതാപിതാക്കളിൽ ജനിച്ചു. പരിശുദ്ധ കർമ്മല മാതാവിന്റെ ദേവാലയത്തിൽ വെച്ച് മാമോദിസ സ്വീകരിച്ച് റോസ എന്ന നാമം സ്വീകരിച്ചു. 9-ാം വയസ്സിലെ തന്റെ കന്യാത്വം ദിവ്യനാഥന് സമർപ്പിച്ച എവുപ്രാസ്യമ്മ 11-ാം വയസ്സിൽ വീട്ടുകാരുടെ എതിർപ്പുകളെയെല്ലാം തരണം ചെയ്ത് കൂനമ്മാവ് മഠം വക ബോർഡിങ്ങിലെത്തി. 1890-ലുണ്ടായ ലത്തീൻ സുറിയാനി റീത്ത് അനുസരിച്ചുള്ള സന്യാസിനി സമൂഹ വിഭജനത്തെ തുടർന്ന് ആദ്യം അമ്പഴക്കാട് മഠത്തിലേക്കും പിന്നീട് ഒല്ലൂർ മഠത്തിലേക്കും അമ്മ സ്ഥലം മാറിപ്പോവുകയുണ്ടായി. 1900 ആണ്ട് മെയ് 24-ാം തീയതി ഒല്ലൂർ പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ മഠത്തിൽ വെച്ച് മഠസ്ഥാപന ദിനം തന്നെ നിത്യവ്രതം ചെയ്തു. പിന്നീട് 1952 ഓഗസ്റ്റ് 29-ന് നിത്യസമാനത്തിനായി വിളിക്കപ്പെടും വരെ തൃശൂർ ജില്ലയിലെ ഒല്ലൂരുള്ള പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ മഠത്തിൽ തന്നെയാണ് അമ്മ ജീവിതത്തിന്റെ ഭൂരിഭാഗം കാലം ചെലവഴിച്ചത്. ഈ ദൈവഭവനത്തിന്റെ ചുവരുകൾക്കുള്ളിൽ പ്രാർത്ഥനയുടെയും പ്രായശ്ചിത്തത്തിന്റെയും പരിശുദ്ധിയുടെയും പരിമളം പരത്തി ആരാലും അറിയപ്പെടാതെ ഒളിക്കപ്പെട്ട ജീവിതം നയിച്ച എവുപ്രാസ്യമ്മയെ പീഠത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ദീപം പോലെ ദൈവം ഉയർത്തിയിരിക്കുകയാണ്. എന്തിനാണെന്നോ, സ്വർഗത്തിലേക്കുള്ള ഇടുങ്ങിയ വഴിയിലൂടെ ചരിക്കുന്ന നമുക്ക് മടുപ്പില്ലാതെ മുന്നേറാൻ ഈ അമ്മയുടെ മാതൃകയും മാധ്യസ്ഥവും വഴി ഉത്തേജനവും പ്രോത്സാഹനവും ലഭിക്കാൻ തന്നെ. എനിക്ക് ഏക ആശ്വാസം എൻ്റെ ദിവ്യ മണവാളനായ ഈശോയുടെ പക്കൽ ചെല്ലുന്നതാകുന്നു. ദിവ്യ കാരുണ്യ ഹൃദയത്തിൻ്റെ യഥാർത്ഥ സ്നേഹിതയും പ്രേക്ഷിതയുമായിരുന്നു എവുപ്രാസ്യമ്മ. അനുദിന ദിവ്യകാരുണ്യ സ്വീകരണം ലഭ്യമല്ലാതിരുന്ന അക്കാലത്ത് അതിനുള്ള അനുവാദത്തിനായി എവുപ്രാസ്യമ്മ നിരന്തരം അപേക്ഷിച്ചിരുന്നു. വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ അവസരമില്ലാതിരുന്നപ്പോൾ എവുപ്രാസ്യമ്മ ചെയ്തതെന്തെന്നോ, പ്രാർത്ഥനാ മുറിയിൽ കടന്നു ചെന്ന് മുട്ടുകുത്തി നിന്ന് ഏതെങ്കിലും ഒരു ദിശയിലേക്ക് ദൃഷ്ടി ഉറപ്പിച്ച് അവിടെ അകലെ എങ്ങോ ഉള്ള ദേവാലയത്തിൽ ബലിയർപ്പിക്കപ്പെടുന്നതായി മനസ്സിൽ സങ്കല്പിച്ച് മുഴുവൻ സമയം ആത്മന അതിൽ പങ്കുചേർന്നിരുന്നു. ഇങ്ങനെ ദിവ്യകാരുണ്യനാഥന്റെ മുമ്പിൽ സദാ പ്രാർത്ഥനാപൂർവ്വം എരിയുന്ന ഒരു തിരിയായി അമ്മ മാറി. തൻ്റെ ഞെരുക്കങ്ങളും രോഗക്ലേശങ്ങളുമെല്ലാം അവിടുത്തെ തിരുഹൃദയത്തെ ആശ്വസിപ്പിക്കുവാനായി സ്നേഹങ്ങളൊരു അർച്ചനയായി അമ്മ കാഴ്ചവെച്ചു. ദിവ്യകാരുണ്യത്തിൽ നമ്മെ കാത്തിരിക്കുന്ന ഈശോയുടെ അടുക്കൽ സാധിക്കുമ്പോഴൊക്കെ ഓടി അണയാനും നമ്മുടെ സ്നേഹമില്ലായ്മയാലും നന്ദി കുറവുകളാലും വ്രണിതമാക്കപ്പെട്ട അവിടുത്തെ ഹൃദയത്തെ ആശ്വസിപ്പിക്കാനുമാണ് സക്രാരിയുടെ ഈ കാവൽക്കാരി നമ്മെ ക്ഷണിക്കുക. ദൈവജനനിയായ അമലോത്ഭവ കന്യാസ്ത്രീ മറിയത്തെ ത്രിലോക രാജസ്ത്രീയായി വാഴ്ത്തി സ്തുതിക്കുന്നു. പരിശുദ്ധ അമ്മയോട് പുത്രിക്കടുത്ത സ്നേഹബന്ധമാണ് വിശുദ്ധ എവുപ്രാസ്യമ്മയ്ക്കുണ്ടായിരുന്നത്. മാനുഷിക ആശ്വാസം തേടാൻ ആഗ്രഹിച്ചപ്പോഴെല്ലാം അമ്മ ചെയ്തിരുന്നത് പരിശുദ്ധ അമ്മയുടെ തൃപ്പാദത്തിലേക്ക് ഓടിച്ചെന്ന് മുട്ടുകുത്തി എല്ലാ സങ്കടങ്ങളും ഉണർത്തിക്കുകയായിരുന്നു. എല്ലാ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും അമ്മയുടെ ഏക പോംവഴി കൈകളിൽ സദാ ചലിച്ചുകൊണ്ടിരുന്ന ജപമാലയായിരുന്നു. പാർലറിൽ തന്നെ കാണാൻ വരുന്നവരോടെല്ലാം അമ്മ നിർദ്ദേശിച്ചു കൊടുക്കാറുള്ള ഒറ്റമൂലി ഇതായിരുന്നു: 9x9 ജപമാല. അതായത് 9 ദിവസം 9 ജപമാല വീതം നിയോഗത്തോടെ ചൊല്ലി കാഴ്ചവെക്കുക. പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ സ്വരൂപത്തിന്മേൽ ദൃഷ്ടിയുറപ്പിച്ച പ്രാർത്ഥിക്കുന്ന അമ്മയെപ്പോലെ നന്മ നിറഞ്ഞ മറിയത്തെ സദാ പ്രകീർത്തിച്ചുകൊണ്ട് നമുക്കും നന്മയിൽ നിറയാം. എൻ്റെ ദിവ്യരക്ഷിതാവേ, അങ്ങേ തിരുമനസ് സദാ എന്നിൽ നിറവേറട്ടെ. വിശുദ്ധ എവുപ്രാസ്യമ്മ വിശുദ്ധയാകാനുള്ള പ്രധാന കാരണം വിശുദ്ധയാകാനും ദൈവത്തെ പ്രസാദിപ്പിക്കാനുമുള്ള എവുപ്രാസ്യമ്മയുടെ അടങ്ങാത്ത ആഗ്രഹമായിരുന്നു. ദൈവം തന്നെ വിളിച്ചിരിക്കുന്നത് നല്ല ജീവിതം കഴിപ്പാനല്ല, പിന്നെയോ എത്രയും പുണ്യപൂർണമായ വിധം ജീവിക്കാനാണെന്ന് എവുപ്രാസ്യമ്മയ്ക്ക് നല്ലവണ്ണം അറിയാമായിരുന്നു. ഓ ദിവ്യരക്ഷിതാവേ, അങ്ങയെ സ്നേഹിക്കാനുള്ള ഒരു വലിയ ചങ്ക എനിക്ക് മേടിച്ചു തരണമേ. ഇതായിരുന്നു എവുപ്രാസ്യമ്മയുടെ നിരന്തരമായ അപേക്ഷ. 1 തെസ്സലോനിക്കർ 4:3 നാം ഇപ്രകാരം കാണുന്നു: നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അന്ന് ദൈവത്തിൻ്റെ സ്വപ്നവും മനുഷ്യന്റെ ആഗ്രഹവും സംയോജിച്ചെടുത്ത് ഒരു വിശുദ്ധ രൂപം കൊണ്ടു. നമ്മുടെ വിശുദ്ധീകരണം അഭിലഷിക്കുന്ന ദൈവത്തിൻ്റെ സ്വപ്നത്തോടൊപ്പം നമ്മുടെ ആഗ്രഹവും പ്രയത്നവും ചേർത്ത് വയ്ക്കാം. നമുക്കും വിശുദ്ധരാകാം. പണത്തിൽ കുറഞ്ഞാലും പുണ്യത്തിൽ കുറയരുത്. പ്രതാപമുറ്റ തൻ്റെ തറവാട് ക്ഷയിച്ചുവെന്ന അവസരത്തിൽ
സഹോദരനായ കാക്കുവിന് എവുപ്രാസ്യമ്മ ചൊല്ലിക്കൊടുത്ത വാക്കുകളാണിവ. ദാരിദ്ര്യം ജീവിക്കാൻ അവസരം കിട്ടിയപ്പോഴാകട്ടെ എവുപ്രാസ്യമ്മ ഹൃദയപൂർവ്വം ദൈവത്തെ നന്ദിയോടെ പാടി സ്തുതിച്ചു. ഒരിക്കൽ 2 ദിവസത്തെ ഉപവാസത്തിന് ശേഷം ഊട്ടുമുറിയിൽ ചെന്നപ്പോൾ അവിടെയെല്ലാം തീർന്നു പോയിരുന്നു. എവുപ്രാസ്യമ്മയാകട്ടെ ഒട്ടും അതൃപ്തി കാണിക്കാതെ തൻ്റെ മണവാളനായ ഈശോയുടെ ദാരിദ്ര്യം അനുകരിക്കാൻ ഭാഗ്യം കിട്ടിയ അവസരമാണല്ലോ എന്നോർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സ്നേഹപ്രകരണം ചെയ്തു. പിശാചുക്കൾ നിഗളം കൊണ്ട് ഇറങ്ങിപ്പോന്നിടത്തേക്ക് എളിമ കൊണ്ട് ഞാൻ കയറിപ്പോകും. സ്വർഗീയ ആശ്വാസങ്ങളും സ്വർഗീയ ദൃശ്യങ്ങളും എവുപ്രാസ്യമ്മയുടെ ജീവിതത്തിൽ സുലഭമായിരുന്നു. പക്ഷേ ഉന്നതമായ കൃപകൾ പ്രാപിച്ചപ്പോഴെല്ലാം എവുപ്രാസ്യമ്മ സ്വയം എന്തെങ്കിലുമാണെന്ന് കരുതിയില്ല. ദൈവികമായ നന്മകൾ ലഭിച്ചപ്പോഴെല്ലാം സമൂഹത്തിലെ ഏറ്റവും എളിയ വേലകൾ വലിയ എളിമയോടെ തന്നെ എവുപ്രാസ്യമ്മ നിർവഹിച്ചു പോന്നു. ദൈവിക സമാശ്വാസങ്ങൾ എത്രയധികമായിരുന്നു അത്രത്തോളം തന്നെയായിരുന്നു പൈശാചിക പ്രലോഭനങ്ങളും പീഡകളും. എന്നാൽ അവയെല്ലാം എവുപ്രാസ്യമ്മ ചെറുത്തുനിന്ന വിധം ശ്രദ്ധേയമാണ്. കുറ്റബോധവും നിരാശയും മനസ്സിൽ നിറഞ്ഞപ്പോഴെല്ലാം എനിക്ക് നിങ്ങളെക്കാൾ നന്നായി എൻ്റെ നല്ല ദൈവത്തെ അറിയാമെന്ന് പറഞ്ഞ് എവുപ്രാസ്യമ്മ അവയെല്ലാം ആട്ടിപ്പായിച്ചു. ഒല്ലൂർ മഠാധിപയായിരുന്നപ്പോൾ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മനോഹരമായൊരു സ്വരൂപം മഠത്തിൻ്റെ കേന്ദ്രഭാഗത്ത് തന്നെ എവുപ്രാസ്യമ്മ പ്രതിഷ്ഠിച്ചു. തൻ്റെ മഠത്തിൻ്റെ ഭവനാംഗങ്ങളെയും അധികാരം മുഴുവൻ ഈശോയുടെ തിരുഹൃദയത്തിനെ പ്രതിഷ്ഠിക്കുകയാണ് എവുപ്രാസ്യമ്മ അതിലൂടെ ചെയ്തത്. ആ തിരുഹൃദയ രൂപത്തെ നോക്കി ധാരാളം മണിക്കൂറുകൾ പ്രാർത്ഥിക്കുവാനും അവിടുത്തെ തിരുഹൃദയത്തെ ആശ്വസിപ്പിക്കുവാനും എവുപ്രാസ്യമ്മ ശ്രമിച്ചിരുന്നു. തിരുഹൃദയത്തോടുള്ള എവുപ്രാസ്യമ്മയുടെ ഭക്തിയും സ്നേഹവുമാണ് ഇതിലൂടെ പ്രകടമാകുക. ദൈവൈക്യ ജീവിതത്തിലൂടെ എവുപ്രാസ്യമ്മയിൽ നിറഞ്ഞ നന്മ സഹോദരങ്ങളിലേക്ക് അളവില്ലാത്ത വിധം ഒഴുകിപ്പരന്നു. കോളറ ദീനം മൂലം ഏറെ കഷ്ടപ്പെട്ട ഒരു സഹോദരി അടുക്കലേക്ക് ഒപ്പമുള്ള സഹോദരങ്ങൾ ഭയം മൂലം അടുക്കാൻ മടിച്ചപ്പോൾ എവുപ്രാസ്യമ്മ സധൈര്യം മുന്നിട്ടിറങ്ങി ആ രോഗിയെ ശുശ്രൂഷിച്ചു, സൗഖ്യത്തിലേക്ക് നയിച്ചു. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലികഴിക്കാൻ തയ്യാറായ ഈശോയെ അനുകരിക്കുകയായിരുന്നു എവുപ്രാസ്യമ്മ. അപ്പോൾ പ്രാർത്ഥനാവശ്യവുമായി തന്നെ സമീപിച്ച എല്ലാവർക്കും എവുപ്രാസ്യമ്മ സംലഭ്യയായിരുന്നു. പള്ളിക്കൂടത്തിലെ കുട്ടികളും മുതിർന്നവരും എന്തിനേറെ മരിച്ചുപോയ ആത്മാക്കൾ വരെ അമ്മയുടെ പ്രാർത്ഥനാ സഹായം തേടിയെത്തി. തിരുസഭയ്ക്ക് വേണ്ടിയും പാപികളുടെ മാനസാന്തരത്തിനായും പ്രാർത്ഥനാപൂർവ്വം തന്നെ സമീപിച്ച ഓരോരുത്തർക്കും വേണ്ടി അനേകം പ്രായശ്ചിത്തങ്ങൾ ചെയ്തും ദീർഘനേരം പ്രാർത്ഥിച്ചും ഉപവസിച്ചുമെല്ലാം തിരുനാഥൻ്റെ മുമ്പിൽ അമ്മ മാധ്യസ്ഥം വഹിച്ചു. തനിക്ക് വേണ്ടി ചെറിയ ചെറിയ ഉപകാരങ്ങൾ ചെയ്തവരോട് വരെ അമ്മ പറയുമായിരുന്നു, മരിച്ചാലും മറക്കില്ലാട്ടോ. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിന്നുകൊണ്ട് എവുപ്രാസ്യമ്മയെ പോലെ നമുക്കും നമ്മുടെ തെറ്റായ പ്രവണതകളെ വിജയിക്കാം. ആത്മീയുദ്ധത്തിൽ കരുത്ത് ലഭിക്കുന്നതിനായി എവുപ്രാസ്യമ്മയുടെ മാധ്യസ്ഥം വഴി ദൈവത്തോട് നമുക്ക് യാചിക്കാം. ഈ സുഹൃതിനിയുടെ വിശുദ്ധിയുടെ സ്നേഹജ്വാല നമുക്കുള്ള പ്രാർത്ഥനയായി സ്വർഗത്തിലേക്ക് ഉയരുന്നുണ്ട്. ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കുമെന്ന് വചനം തന്നെ സാക്ഷിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ അഭയം പ്രാപിച്ച് സ്വർഗത്തിലേക്ക് പറന്നുയരുന്ന വിശുദ്ധ എവുപ്രാസ്യമ്മയെ പോലെ നമുക്കും ഈ സുഹൃതിനെ കാട്ടിത്തന്ന ഇടുങ്ങിയ വഴിയിലൂടെ സ്വർഗത്തിൽ എത്തിച്ചേരാൻ ഉത്സുകരാകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.